نحمده ونصلي ونسلم على رسوله الكريم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم الحمد لله അല്ലാഹുവിന്റെ കാരുണ്യത്താൽ ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യ വെൺപുലരിയിലാണ്. തീർച്ചയായും നമ്മുടെ മനസ്സിൽ സന്തോഷം തോന്നേണ്ട ദിവസം തന്നെയാണ്. നാമമാത്രമായി കൊണ്ടിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ കാവലാളുകളായിരുന്നു നമ്മുടെ മുൻഗാമികൾ. ആ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം ഇന്ന് നമ്മളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്ത് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായതിന്റെ പേരിൽ പോലും നാട് കടത്തപ്പെടുകയും പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കുഴിച്ചു മൂടുകയും തോക്കിൻ മുനകൾക്കിരയാക്കപ്പെടുമ്പോൾ നാമമാത്രമായ ഒരു സ്വാതന്ത്ര്യമായി എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ ജീവിപ്പിക്കുന്നു. ഉസ്താദ് പറഞ്ഞതുപോലെ മുഴുവൻ ഘട്ടങ്ങളിലും മുസ്ലിങ്ങൾക്കെതിരെ കൈകൾ പാഞ്ഞെടുക്കുകയാണ്. വർഗീയതയുടെ തീനാമ്പുകൾ ഒരു മുസ്ലിം നാമധാരിയുടെ മേൽ പോലും പതിയുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇതിൽ നിന്നും രക്ഷപ്പെടുവാൻ അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു മാർഗം? ഒന്നാമതായി തഖ്വ മുറുകെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ട്, പ്രതിരോധം തന്നെയാണ്. തഖ്വ മാത്രമായി അതുകൊണ്ട് കാര്യമില്ല. തഖ്വ മാത്രം മുറുകെ പിടിച്ചൊരു മൂലയിലിരുന്നു അതുകൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ പ്രതിരോധമായി കൊണ്ട് മാത്രം മുന്നോട്ട് പോയി അതിലും കാര്യമില്ല. തഖ്വ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രതിരോധമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആവശ്യമായി വരുന്നത്. സുബഹി പോലും നമസ്കരിക്കാതെ പ്രൊട്ടസ്റ്റിനും സ്ട്രൈക്കുകൾക്കും NRCക്കും CIAക്കും എതിരെയുള്ള സ്ട്രൈക്കുകളിൽ ധാരാളം മുസ്ലിങ്ങൾ പോകുന്നത് കാണാം. അന്നാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എവിടെയെന്ന് ചോദിക്കുന്നു. എവിടെ നിന്ന് അല്ലാഹുവിന്റെ സഹായം വരാനാണ്? സുബഹി പോലും നമസ്കരിച്ചിട്ടില്ല. അല്ലാഹു പറഞ്ഞിട്ടുള്ള അല്ലാഹുവിന്റെ ഇബാദത്തുകളിൽ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും ചോദിക്കുകയാണ് അന്നാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എവിടെ? മുസ്ലിങ്ങൾക്കെതിരെ ഇത്രമേൽ അക്രമങ്ങൾ നടന്നിട്ടും അവസാന കാലഘട്ടമാകുമ്പോൾ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു തീക്കട്ട കയ്യിൽ പിടിക്കുന്നത് പോലെയായിരിക്കും ഒരു മുസ്ലിമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്. മറ്റൊരു ഹദീസിന്റെ ആശയത്തിൽ വരുന്നുണ്ട്, ലോകാവസാനമാകുമ്പോൾ, അവസാന കാലഘട്ടങ്ങളാകുമ്പോൾ ഒരു തളികയിലേക്ക് പല ഭാഗത്തു നിന്നും കൈകൾ വരുന്നത് പോലെ മുസ്ലിങ്ങൾക്കെതിരെ പല കൈകളും പാഞ്ഞെടുക്കുന്നതാണ്. ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ തീർച്ചയായും ശാരീരികമായ ശക്തി കൊണ്ട് മാത്രം ഒരിക്കലും ചെറുത്തു നിൽക്കുവാൻ സാധിക്കില്ല. മറിച്ച് തഖ്വ അവിടെ നിർബന്ധമായി തീരുകയാണ്. നാം ആദ്യം മാറുക. ഖുർആൻ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു ഒരു സമുദായത്തിനും ഒരു മാറ്റവും വരുത്തുന്നതല്ല, അവർ സ്വന്തമായിട്ട് മാറാൻ തീരുമാനിക്കുന്നത് വരെ. അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.